നമ്മൾ ഇന്നൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് നമ്മുടെ ലോട്ട്സ് ഇട്ട് വെക്കും. അതെ അതെ, അതിൻ്റെ അകത്ത് ഓരോ പേര് എഴുതിയിട്ടുണ്ട്. 2 ക്യാരക്ടറിൻ്റെ പേരുണ്ട്. പിന്നെ ഇവിടെ അതെ കാണിച്ചു തരാം. ഡോമെക്സിൻ്റെ വലിയ സെറ്റും ചെറിയ സെറ്റും ഉണ്ട്. അത് ലോട്ട്സിലുണ്ട്. അപ്പൊ ലോട്ട്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്മോള് ബിഗ്. അപ്പൊ ബിഗ് കിട്ടുന്നവർക്കായിരിക്കും ഭാഗ്യം. അതെ അതെ ഗൈസ്, സ്മോള് കിട്ടുന്നവർക്ക് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡ്രോയിങ് ചെയ്ത് കളർ ചെയ്യാനായിട്ട് ഗൈസ് നമുക്ക് സാധനം കാണിച്ചു. അപ്പൊ നമ്മൾ ആനിമ ആട്ടോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡ്രോയിങ്ങിലോട്ട് പോവാം. കുറെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ സാധനം ഇത് വെച്ചൊക്കെയാണ് ഡ്രോയിങ് ചെയ്യണം. കുറെ ഉണ്ട്. ഇപ്പൊ നമ്മളിത് ഒരു പെൻസിൽ ചൂസ് ചെയ്യണം. ഞാൻ ഇതാട്ടോ എടുക്കണത് ഗൈസ്. ഞാൻ ഇതെടുക്കും. പിന്നെ 2 എണ്ണം എടുക്കാം. ഞാൻ ഇതും 3 എണ്ണം എടുക്കാം. ഞാൻ 2 എണ്ണം ഇതും 3 എനിക്ക് ചെറുതെടുക്കാം. അപ്പൊ ഗൈസ് നമുക്ക് ഇത് ഇറേസർ ഉണ്ട്, ഷാർപ്പനറും ഉണ്ട്. നമുക്ക് ഈ പെൻസിൽ ഇത് മാത്രം ഷെയർ ചെയ്ത് ഉപയോഗിക്കും. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെക്കാണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ലോട്ട്സ്. അപ്പൊ നമ്മൾ കണ്ണടച്ചിട്ട് എടുക്കണം. 2 എണ്ണമാണ് എടുക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് 4 എണ്ണം. ഓക്കെ 4 എണ്ണം. അപ്പൊ 2 എനിക്ക് 2 അവന് 2. അപ്പൊ നമുക്ക് കണ്ണടച്ചിട്ട് ഫസ്റ്റ് ഞാൻ എടുക്കാം 2 എണ്ണം. ഞാൻ കണ്ണടച്ചിരിക്കാണ്. ഓക്കെ എവിടെ ഇതൊരെണ്ണം, ഇതൊരെണ്ണം ഞാൻ എടുക്കട്ടെ. അയ്യോ എൻ്റെ 2 എണ്ണം വന്നു. ഇതൊരെണ്ണം അല്ല ഇത് ഇതെങ്കിൽ എടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടോർന്ന് ഇത് കണ്ണു നോക്കട്ടെ. എനിക്ക് നറൂട്ടോരാ കിട്ടിയത്. 2ാമത്തെ അപ്പൊ എനിക്ക് കക്കാശി എനിക്കാ കൂടുതൽ കിട്ടിയ. എനിക്കതേ ഗൈസ് ഡോമെക്സ് ബിഗ് ആണ്. എനിക്ക് സ്മോൾ ആണ്. കാണാൻ പറ്റുന്ന ഇതാണ് സ്മോള്. കാണാൻ പറ്റില്ല ഗൈസ്. അല്ല കാണാം. ഇത് കാണാൻ സ്മോൾ കുഴപ്പമില്ല. ഇത് സ്മോള്. അപ്പൊ എന്റെ ഡോംസ് കാണിച്ചു തരാം. ഇതാണ് എന്റെ സ്മോൾ ഡോമെക്സിന്റെ കളർ പെൻസിൽസ്. പിന്നെ ഇതാണ് ബിഗ്. അപ്പൊ ഗൈസ് നമുക്ക് എന്റെ ഡ്രോയിങ്സ് ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇവനൊരു ഡ്രോയർ ആണ്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഞാൻ ഇവിടെയും കുറച്ച് കാണിച്ചു തരാം. ഇത് കൊള്ളൂലായിരുന്നു, ഞാൻ വെറുതെ വരച്ചുതരാം. ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് എന്താ ഇതൊക്കെ ഞാൻ വെറുതെ വരച്ചുതരാം. അപ്പൊ ഗൈസ് നമുക്ക് ചാലഞ്ചിലോട്ട് കളിക്കാം. ഇതൊക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പിന്നെ ഇതും ഓക്കെ കണ്ടോ? അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ ഫോൺ വെക്കാം. അപ്പൊ ഗൈസ് എനിക്ക് നറൂട്ടോനാണ് കിട്ടിയേക്കണത്. ഗൈസ് എനിക്ക് ഈ ബുക്കാണ് ഇവൾക്ക് ഡ്രോയിങ് ബുക്ക് ഇവളെടുത്ത്. ഞാൻ എൻ്റെ ബുക്കാണ് എടുത്തത്. ഞാൻ എൻ്റെ ബുക്കാണ്. അപ്പൊ ഗൈസ് നമുക്ക് എൻ്റെ നറൂട്ടോയും ഇവരുടെ കക്കാഷിയുടെയും ഒരു സ്കെച്ച് വരച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്. അപ്പൊ ഗൈസ് നമ്മൾ വരച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഗൈസ് സോറി, ക്യാമറ കുറച്ച് ക്ലിയർ. ഗൈസ് ഞാൻ എൻ്റെ ഡ്രോയിങ് കാണിച്ചു തരാം. ഞാൻ 2 എണ്ണം വരച്ച് 2 കക്കാശിനെ വരച്ചാണ് ഗൈസ്. ഇത് 1ാമത്തെ, ഇത് 2ാമത്തെ. ഇത് ഇച്ചിരി ശരിയായില്ല. അത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുമാതിരി തോന്നും. അതുകൊണ്ട് ഇതാണ് ഞാൻ വരച്ച നറൂട്ടോ. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നാലും വരച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ കളറ് അടിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഓർമ്മ. ഗൈസ് ഞാൻ കുട്ടി ഡോംസിന്റെ ഇത് വെച്ച് ഞാൻ എങ്ങനെ ഇത് കളർ അടിക്കും.
ഗൈസ് അതല്ല 2 എണ്ണം വരച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവളുടെ വലിയതായതുകൊണ്ട് പിടിച്ചെടുക്കാൻ വേണ്ടി 2 എണ്ണം വരച്ചു. ഈ 2 എണ്ണം ഇത്ര വലുതിന് സമമാണ്. എന്റെ ഇവിടെ വെക്കുമ്പോ ഒരുമാതിരി ഇങ്ങനെ തോന്നും, കാണാൻ പറ്റൂല. ഞാൻ ഈ ഒരു പെൻസിൽ വെച്ചാട്ടോ വരച്ചത്. നമ്മുടെ നോർമൽ ഡാർക്ക് പെൻസിലാണ്. എനിക്ക് ചെറിയ പെൻസിലാണ് ഇഷ്ടം. അപ്പൊ ഗൈസ് നമ്മുടെ കളർ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാ. ഗൈസ് ഇതായിരുന്നു എനിക്ക് വേണ്ടത്. ഗൈസ് എനിക്ക് ഇതാണ്. താങ്ക് യു. ഗൈസിന്റെ താടി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നോക്ക്, നല്ല കുഴപ്പമുണ്ടാവും. നല്ലല്ലേ ഇത്? ഇതിൻ്റെ അകത്ത് ഇവളുടെയാണ് ഇഷ്ടപ്പെട്ട എൻ്റെ എന്ന് പറയണ കളർ ചെയ്തിട്ട് കമന്റ് ചെയ്യണം ഗൈസ്. അതെ കമന്റ് ഗൈസ്. നിങ്ങൾ ഇഷ്ടം പോലെ കമന്റ്സ് ഇട്ടോളൂ. നമ്മളെ ഗീവ് അവേ ഒക്കെ വരും. അപ്പൊ ഞങ്ങൾ ഗൈസ് എന്താണ് ഇമോജീസ് എന്താണ് കമന്റ് ഇട്ടോളൂ. അതിൽ നമ്മൾ ഒരാളെ പിക്ക് ചെയ്യും. ഒന്ന് യൂട്യൂബിലും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ആണ്. അപ്പൊ എല്ലാരും എത്ര കമന്റ് ആണെങ്കിലും ഇട്ടോ. ഓക്കെ ഗൈസ്. അപ്പൊ എൻ്റെ കളർ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ് എന്താ കാണിച്ചരാ. ഒരു നമുക്ക് സാധാ ആൾക്കാർക്കൊക്കെ 12 വെക്കാൻ മതി. ഈ 24 ഒന്നും അത്ര ആവശ്യമില്ല ഗൈസ്. എനിക്കതാ വേണമെന്നൊരു ചെറിയ വിഷമം എന്നാലും ഗൈസ് ഇത്രയുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് റെയിൻബോ കളേഴ്സ് ഉണ്ട് കേട്ടോ. കളർ ചെയ്യാം ഗൈസ്. അപ്പൊ 3, 2, 1 ഗോ. കളർ ചെയ്യാം ഗൈസ്. ഞാൻ കളർ ചെയ്യാൻ തുടങ്ങാൻ ഗൈസ്. ഏത് കളർ അടിക്കണമെന്ന് അറിയില്ല. അപ്പൊ ഗൈസ് ആദ്യം ഞാൻ ഇതെടുത്ത് ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. ഞാൻ പെൻസിൽ ഷെയ്ഡ് സംഭവമില്ല, ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്തു. ഞാൻ ഗ്രേ ആട്ടോ എടുത്ത. ഞാൻ ബ്ലാക്ക് എടുത്ത്. ഇവിടെ ബ്ലാക്ക് ഇല്ല. ബ്ലാക്ക് ഉണ്ട്. ഗൈസ് ഞങ്ങളിത് എത്ര കഷ്ടപ്പെട്ടാണ് വരച്ചതെന്ന് അറിയാവോ? അയ്യോ ഗൈസ്, അല്ല എനിക്ക് ഈ മറ്റേ പേന ഇട്ടിട്ടുണ്ടായി. ഞാൻ അത് വെച്ച് ഔട്ട്ലൈൻ വരയ്ക്കാം. അയ്യോ എനിക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ മറന്നുപോയി ഗൈസ്. ബ്ലാക്ക് പെൻസിൽ വെച്ച് വരയ്ക്കും. യെസ്, പെൻസിലല്ല സ്കെച്ച്. കളർ പെൻസിൽ. ഗൈസ് ഞാൻ ഒരു സ്ഥലത്ത് ബ്രൗൺ അടിച്ചാണ്. ഞാൻ ഈ ഔട്ട്ലൈൻ ഒന്ന് ചെയ്യട്ടെ. അതെ അതെന്താ ഗൈസ് അവൻ്റെ ഒരു കളർ അടിച്ചു മാറ്റാൻ നോക്കിയത് ആവുന്നില്ല, ചീറ്റിപ്പോയി ഗൈസ്. ഇനി ഒരുപാട് ഡ്രോയിങ് ചാലഞ്ച് ഒക്കെ വരുന്നതായിരിക്കും. ഒരുപാട് അതൊക്കെ വരും. നിങ്ങൾ എത്ര കമൻ്റ് ആണെങ്കിലും ഇട്ടോ, സബ്സ്ക്രൈബ് ചെയ്തോ, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യണം ഗൈസ് പ്ലീസ്. അതെ അപ്പം ഗീവ് അവേ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഒന്ന് വരയ്ക്കട്ടെ ഗൈസ്. ഫൈനൽ ലുക്ക് നമ്മൾ കാണിക്കുന്നതായിരിക്കും അല്ലേ? ഗൈസ് ഔട്ട്ലൈൻ കുറച്ച് കഴിഞ്ഞിരുന്നു. കളർ അടിക്കാൻ പോവാം. എനിക്ക് ഗ്രേ വേണം. എനിക്കില്ല, കുഴപ്പമില്ല ഗൈസ്. ഹെഡ് ബാൻഡിന്റെ മറ്റേ അവിടെ ഗ്രേക്ക് ഒരു അടിച്ചു വെച്ചേക്കണം ബ്രൗൺ. എനിക്കില്ല, അതുകൊണ്ടാണ് ഗൈസ്. ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ യെല്ലോ. നോക്കട്ടെ, ലൈറ്റ് ബ്ലൂ അല്ലേ? അല്ല ഡാർക്ക് ബ്ലൂ ആണ് ഗൈസ്. എനിക്ക് എത്ര
ഗയ്സ് നറൂട്ടോന് ഇഷ്ടമുള്ളവര് കമന്റ് ചെയ്യാ. ഗയ്സ് കക്കാഷി ഫാൻസും കമന്റ് ചെയ്യാ ഇഷ്ടമുള്ളവരും. ഗയ്സ് അപ്പൊ ലാസ്റ്റ് റിസൾട്ടില് അബീനാണോ ഇഷ്ടപ്പെട്ട സാധികനാണോ കമന്റ് ചെയ്യണം. ഗയ്സ് ഇനിയൊരു ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നത്. നമ്മളിങ്ങനെ നല്ല പ്രൊഫഷണൽ ആയിട്ട് കളറൊക്കെ ചെയ്യാണ്. ഗയ്സ് അടുത്ത വീഡിയോയില് ഞാൻ എന്താ ഈ ബുക്കും ഇപ്പൊ ഇത് ഞാൻ കാണിച്ച് ഈ 2 ബുക്കും ഞാൻ കാണിച്ചു തന്നെ ആയിരിക്കും. ഗയ്സ് അതായിരിക്കും ഒരു ഡ്രോയിങ് ബുക്കാണ്. അതെ അതെ ഇത് തീർന്ന് ഇതെന്റെ ബുക്കായിരുന്നു. അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ വരച്ച് വീട്ടിൽ നിന്ന് വരച്ച് ഇതും സമയമില്ല. എവിടെ സമയമില്ല. നമ്മൾ എത്ര വേഗം ചെയ്യാൻ പറ്റും അത്രയ്ക്കും വേഗം ചെയ്യാണ്. ഔട്ട്ലൈൻ ഇവിടെയൊക്കെ വരയ്ക്കും. ഞാൻ കുറച്ച് ചെയ്ത് തന്നെ നമ്മുടെ പെൻസിൽ നല്ല ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇച്ചിരി ഈ കളർ അടിച്ച് അങ്ങനെ മിക്സ് ആയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഗായ്സ് നമ്മുടെ അബി ഇവിടെ 2 എണ്ണം വരച്ച് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 എണ്ണം ഇനി കളർ ചെയ്യണം. അതൊക്കെ പാടാണ്. ഗൈസ് ഫൈറ്റ് തുടങ്ങുകയാണ്. അതെ അതെ ഇനി നടക്കപ്പോഴത്തെ യുദ്ധം. ഇങ്ങനെ ആരും ഒന്നും മിണ്ടണില്ല. മീൻസ് നമ്മൾ ഡ്രോയിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. ഗൈസ് ഞാൻ ഈ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കാം. അങ്ങനെ ഒരു കഴിവുണ്ട്. സോറി അയ്യോ തട്ടിക്കൂട്ടുന്നുണ്ട്. ഗൈസ് ഞാനിവിടെ ഡാർക്ക് ബ്ലൂ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് സ്മഡ്ജൊക്കെ ആവാനായിട്ട് ലൈറ്റ് ബ്ലൂവും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലതായി. ഇങ്ങനെയാണ് എൻ്റെ ഡ്രോയിങ് ഉള്ളത്. കൊള്ളാവോ? കൊള്ളാം. ഇത് ഞാൻ വരച്ചത്. ഇനി നമുക്ക് ഹെയർ ആക്കാം. അപ്പോൾ ഗൈസ് ഹെയറിന് നമുക്ക് നറൂട്ടോയ്ക്ക് യെല്ലോ ഹെയർ അല്ലേ? യെല്ലോ ആണ്. ഇത് ശരിക്കും ഈ ഒരു ഡ്രോയിങ്ങിന് എനിക്ക് വലുതായിരുന്നു. അവന് വലുത് വേണം. എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി കൂടുതലൊന്നും സംസാരിക്കില്ല. നമ്മൾ ഡ്രോയിങ്ങിലോട്ട് കിടക്കാം. അതെ ഗൈസ് നമ്മൾ ഈ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ എന്ന് വെച്ചാൽ വേഗം ചെയ്യുമ്പോൾ വിട്ടുപോയ ഭാഗമൊക്കെ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഗൈസ് ഈ ഡ്രോയിങ് ചെയ്യുമ്പോൾ ഞാൻ എന്താ മിണ്ടാത്തതെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ തെറ്റിയാൽ പിന്നെ ഡ്രോയിങ് കൊള്ളോ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അതെ അതെ അയ്യോ ഗൈസ് ഇൻട്രോയിൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയല്ലോ. അപ്പൊ ഗൈസ് ഇപ്പൊ പറയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് അടിച്ച് കമന്റ് ചെയ്യണം. പിന്നെന്താ സബ്സ്ക്രൈബ് പറഞ്ഞു ഗൈസ്. എല്ലാവർക്കും തെറ്റിപ്പോവാണ്. അതെ മൊത്തം കണ്ടു പറഞ്ഞെങ്കിലും ഗൈസ് ഇപ്പൊ അങ്ങ് ഇരിക്കട്ടെ. ഞാൻ ഒരു ശശിയായിരിക്കുവാണ്. പൊട്ടിപ്പോയി അല്ല ഗൈസ്. ഗൈസുള്ള തല കാണാൻ പറ്റണ്ടെന്നറിയില്ല. തല മൊത്തവും കുളമായിപ്പോയി. ഈ മറ്റേ അവള്
ഗ്രീൻ ഇവളെന്തോ ഗ്രീൻ ഗ്രീൻ ഉപയോഗിച്ചില്ല, മറ്റേ ബ്ലൂവും യെല്ലോയും ചേർന്നിട്ടില്ല. ശരി. ഞാൻ മറന്നുപോയി. പെൻസിൽ ഇങ്ങനെ ആക്കിയുണ്ട്, ഷാർപ്പനർ ഉപയോഗിക്കുന്നുണ്ട്. ഗൈസ് നമ്മുടെ ഷാർപ്പനർ വേസ്റ്റ് ഇതിലാണ്. ഗൈസ് ഞങ്ങളിത് ചെയ്യുമ്പോ ഒരു പണി ഒപ്പിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. ഗൈസ് നമ്മൾ ഈ ഗ്ലാസ് എടുക്കുമ്പോ അമ്മ എടുത്ത് വയ്ക്കാണ്ട് എടുത്ത അതെ പറയാൻ ഉദ്ദേശിച്ച ഷാർപ്പനാവുന്നില്ല, കൊള്ളാത്ത ഷാർപ്പന കുട്ടീനെ. ഗായ്സ് നമ്മുടെ കുറോമയുടെ പെൻസില് ഒരെണ്ണം ഇവള് ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഗീവ് അവേ. ഇനി അടുത്ത വരാൻ പോണ വീഡിയോയിലായിരിക്കും. ഗായ്സ് നമുക്ക് എന്താ 2 കുറോമയുടെ പെൻസിൽസ് ഉണ്ട്. അത് ഞങ്ങൾ ഫസ്റ്റ് ഗീവ് അവേ ആയതുകൊണ്ട് അത്ര ഇതാക്കണില്ല, ഓവർ ആക്കണില്ല അല്ലേ. അപ്പൊ നമ്മള് ഒരു 2 ഇതാണ്. അപ്പൊ നമ്മള് എത്ര പറ്റുന്നത്തോളം കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് ഒന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും. അതെ, നമ്മളൊരു സബ്സ്ക്രൈബറിനെ പിക്ക് ചെയ്യും. ഇപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ഒരു കമന്റ് ചെയ്യാം. ഓക്കെ ഇതെന്താണ്, ഒരു യെല്ലോ തരുമോ? യെല്ലോ തരുമോ? യെല്ലോ തരുമോ? ഇതെന്താണ് പൊളിഞ്ഞ് ഇതെന്താ തന്നെ കഴിവില്ല. രണ്ട് കുറം നിങ്ങൾ പറയുന്നത് ഇത്ര ഉള്ളോ? ഞാൻ ഒരു നല്ല കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണല്ലേ. അതെ അതെ, നല്ല രസമാണ്. ക്രോമിക് പെൻസിൽസ് അപ്പൊ ഗായ്സ് എന്റെ ഡ്രോയിങ് ഇതാണ് നമ്മള് എന്റെ ഫേവറേറ്റ് സാൻഡ്രിയോ ക്യാരക്ടർ ക്രോമിയാണ്. ഇത് ഞങ്ങള് ഓൺലൈനിൽ നല്ല മേടിച്ച ചൈനന്ന് വാങ്ങിയതാ. ഞങ്ങളുടെ കസിൻ ചൈനയിലാ പഠിക്കണ, ഡോക്ടർ പഠിക്കാണ്. അപ്പൊ ചൈന വാങ്ങിക്കൊണ്ട് തന്നതാണ്. ഡോക്ടർ ആവാൻ പോണാണ്. അപ്പൊ ഞങ്ങക്ക് വേണ്ടി കൊണ്ടുവന്നു. എനിക്ക് കൊണ്ടുവന്നില്ല. ഇവൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഇതായിരിക്കും നമ്മൾ ഗീവ് അവേ ചെയ്യുന്നത്. അതിന് എന്നിട്ട് ചോക്ലേറ്റ്സ് ഡ്രസ്സസ് എല്ലാം തരുമായിരിക്കും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തോണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. കൂടുതലും ഒന്നും സംസാരിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ബെഞ്ചിൽ പോയി ചെയ്യാം കേട്ടോ. ഗൈസ് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. ചെയ്തിട്ട് തീരുന്നില്ല. എനിക്ക് 2 ഡ്രോയിങ്ങാ. എന്റെ ഒരെണ്ണം കഴിയാതെ ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യാം.
ഗായ്സ് ഞാനപ്പോൾ ഒരെണ്ണം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അതേ അത് വായിക്കണം. അയ്യോ നിന്റെ കളറില്ല. എന്ത് കളറാണ്? ഈ കളർ. പക്ഷെ നിന്റെ അറിയില്ല. അപ്പോൾ റൂൾസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ കൊടുക്കാനും തോന്നുന്നുണ്ട്. പക്ഷേ ഗൈസ് തെറ്റിയാൽ പിന്നെ കളിക്ക് രസം ഉണ്ടാവില്ല. റൂൾസ് നമ്മൾ അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ചീറ്റിംഗ് ഒന്നും ഇത് ചെയ്തിട്ടില്ല കേട്ടോ. അതെ ഗായ്സ് ഒന്ന് കംപ്ലീറ്റ് ആയി. ഒരെണ്ണം അതൊരുമായി ഇങ്ങനെ കാണിച്ചു തരാം. ഗായ്സ് ഞാൻ കാണിച്ചു തരാം. ഗായ്സ് അപ്പോൾ ഞാനിതാ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. അടുത്തത് ഞാൻ ചെയ്യാം പോണേ. ഗായ്സ് ഇല്ല അടുത്തത് കുഴപ്പമില്ല ഒക്കെ കാണിക്കും. അടുത്ത ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കളർ ചെയ്യണം കേട്ടോ. അതെ ഗൈസ് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം അല്ലേ? യെസ്. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഗൈസ് എൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു റെസിംഗൻ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചിഡോറി എല്ലാ ഡ്രോയിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്താ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഷെയ്ഡിങ് ഞാൻ തുടങ്ങാൻ പോണേ. ഞാനിപ്പോൾ ഷെയ്ഡിങ് അല്ല കളറിങ് ഗൈസ്. അപ്പോൾ നമുക്ക് കളറിങ് കാണാം ഗൈസ്. ഞങ്ങളൊക്കെ ഏതോ രീതിയാണ്. അപ്പോൾ ഗൈസ് എനിക്ക് ബോക്സിൻ്റെ ഇവിടെയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എങ്ങനെ ഈ ഫേസ് കളർ ക്രിയേറ്റ് ചെയ്യും ഗൈസ്? ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ഇവള് ലൈറ്റായിട്ട് ബ്രൗണും പിങ്കും വൈറ്റ് കളറും ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് ഈ പെർഫെക്റ്റ് ഇതേപോലെ തന്നെ ഒരു ഫേസ് കളർ എനിക്ക് കിട്ടി. ലൈക്ക് കറക്റ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ. ലൈറ്റായിട്ട് ബ്രൗൺ അടിക്കാവും. ജസ്റ്റ് ലൈക്ക് ഒരു ലൈറ്റ് ഭയങ്കരമായിട്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഫുൾ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. നിങ്ങളാണ് ഈ ഞങ്ങളെ വിന്നർ സെലക്ട് ചെയ്യുന്നല്ലേ? അതെ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ആക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. കൈയൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇത്ര വലുത് വരച്ചും പോയി ചെയ്യേ. എനിക്ക് 2 എണ്ണമാണ് ഞാൻ കുറേ അയ്യോ ഇനിയും കുറേ ഗൈസ്. ഞാൻ ഏകദേശം തീരാൻ അബി കൊള്ളാമോ ഗൈസ്? ഞാൻ കുറച്ചും കൂടെ ഉണ്ട്. ഇത് കണ്ടോ ഈ ഗ്യാപ്പൊക്കെ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുവാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതെ ഗൈസ് ഈ ബാക്കി കാണിക്കും. ഒരു മിനിറ്റ്. അപ്പോൾ ഗായ്സ് നമുക്കിത് മുഴുവനും നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്ത് കാണാം അല്ലേ? ശരി. അപ്പോൾ ഗായ്സ് നമ്മളെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഗായ്സ് ഞാൻ സാധനം മറന്നു ചെയ്തിട്ട് ആദ്യം എൻ്റെ കാണിക്കട്ടെ. ഗൈസ് നറൂട്ടോ ഞാൻ നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഇതെൻ്റെ സൈനും ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സാധിക ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ട് ഗൈസ്. അവ സൈൻ ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് എൻ്റെ നറൂട്ടോ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പീച്ച് കളർ എല്ലാവരും സ്കിൻ കളർ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാണ്. പിങ്ക് പിന്നെ ബ്രൗണ് വൈറ്റ് അല്ലേ?
വൈറ്റ് മിക്സ് ചെയ്ത ഈ ഒരു ഷെയ്ഡ് കിട്ടും. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയാൽ സക്സസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഡ്രോയിങ് ചാലഞ്ചൊക്കെ വരുന്നതായിരിക്കും. ഒരുപാട് ചാലഞ്ചൊക്കെ ഇനി വരും നമ്മൾ. അപ്പം ഗൈസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടു സോങ്ങിൻ്റെ ഷോർട്സ് ഡാൻസില്ലേ അല്ലേ? അപ്പം അത് ഞങ്ങൾ ചെയ്യാൻ മറന്നു പോയതാട്ടോ. ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും അത് ഇടും അല്ലേ? അത് ഇടും ഗൈസ്. ഞങ്ങൾക്ക് അങ്ങനെ ഡാൻസ് ഷോർട്സ് അങ്ങനെ ഞങ്ങൾ വിചാരിക്കുന്ന ഷോർട്സ് ഇടത്തില്ല ഞങ്ങൾ ചിലപ്പോൾ. ബട്ട് കൂടുതൽ വീഡിയോസ്. അപ്പോൾ ഗൈസ് ഈ നറൂട്ടോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക. ആരാ വിന്നർന്ന് പറയുക, അവനും കൂടെ കരയട്ടെ. ഓക്കെ ഗൈസ്, അവൻ കരഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എൻ്റെ ഡ്രോയിങ് ഞാൻ കാണിച്ചു. കാണാൻ പറ്റുന്നുണ്ട് ഗൈസ്. കക്കാശി ചിഡോറിയും പിന്നെ ഇതാണ്. ഇത് കുഴപ്പമില്ല, എന്നാലും കൊള്ളൂല. ഇത് കൊള്ളൂല, പക്ഷെ ഇത് സെറ്റായിട്ടുണ്ട്. ഞാൻ തട്ടിക്കൂട്ടി വരച്ചാണ്. ഞങ്ങൾ ഒരുപാട് ടൈം പിടിച്ച്. സാധാരണ എൻ്റെ നമ്മളൊരു മര്യാദക്കൊക്കെ വരക്കും ഇതേപോലെ, പക്ഷേ ഇന്ന് ടൈം കിട്ടിയില്ല. ഗൈസ്, അടുത്ത വീഡിയോയിൽ നമ്മൾ എൻ്റെ ആ ബുക്കിൻ്റെ ടൂറായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാം തെറ്റിപ്പോകുന്നത് ഗൈസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. ഗൈസ്, നമുക്ക് അടുത്തൊരു പുത്തൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ. സാദിക ബി ഒഫീഷ്യൽ ചാനൽ സൈനി. ബൈ ഗൈസ്.